അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തഫ്സീർ ദർസ് 2. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ നാഫിഅ. اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذتنا ولتلاميذنا ولسائر أئمة الدين. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വചനമാണ്. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ധാരാളം പണ്ഡിതന്മാർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനമാണ് ഫാത്തിഹ സൂറത്തിലെ 1-ാമത്തെ ആയത്തായി പറഞ്ഞിരിക്കുന്നത്. ബിസ്മി ഫാത്തിഹയിൽ പെട്ടതല്ല എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ള പണ്ഡിതന്മാരും ഉണ്ട്. അവർക്ക് അവരുടേതാകുന്ന തെളിവുകളുണ്ട്. ഇപ്പോൾ നാം അത് ചർച്ച ചെയ്യുന്നില്ല. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറഅൽ ബസ്മല ബിസ്മി ഓതി ഫി അവ്വലിൽ ഫാത്തിഹത്തി ഫി സ്വലാ, നിസ്കാരത്തിൽ ഫാത്തിഹ സൂറത്തിന്റെ പ്രാരംഭത്തിൽ അവിടുന്ന് ബിസ്മി ഓതുകയും വഅദ്ദഹ ആയത്തൻ, അതിനെ ഒരു ആയത്തായി എണ്ണുകയും ചെയ്തു എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു. ഇങ്ങനെ ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരും ബിസ്മി ഫാത്തിഹയിൽ പെട്ടതല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരും എല്ലാ പണ്ഡിതന്മാരും ഏകകണ്ഠമായി പറയുന്ന ഒരാശയമാണ് ഫാത്തിഹ സൂറത്തിൽ 7 സൂക്തങ്ങൾ ഉണ്ട് എന്നത്. ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണെന്ന് പറയുന്ന പണ്ഡിതന്മാർ 1-ാമത്തെ ആയത്തായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതും 7-ാമത്തെ ആയത്തായി സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നും പറയുന്നു. എന്നാൽ ബിസ്മി ഫാത്തിഹയിൽ പെട്ടതല്ല എന്ന അഭിപ്രായക്കാർ 6-ാമത്തെ ആയത്തായി പറയുന്നത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്നതും 7-ാമത്തെ ആയത്തായി ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നതും പറഞ്ഞു വരുന്നു. ഉറക്ക ഓതുന്ന റക്അത്തുകളിൽ ബിസ്മി ഉറക്ക ഓതണോ അല്ല പതുക്കെയാണോ ഓതേണ്ടത്? ഈ വിഷയത്തിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞു ഉറക്ക ഓതണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കയായിരുന്നു ഓതിയിരുന്നത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഹാക്കിം റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്തദറക്കിൽ സഹീഹായി റിപ്പോർട്ട് ചെയ്തത് കാണാം. അനിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാൽ, അവിടുന്ന് പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലായിരുന്നു, യജ്ഹറു, അവിടുന്ന് ഉറക്ക ഓതിയിരുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ 19 അക്ഷരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫമൻ അറാദ അൻ യുനജ്ജിയഹുല്ലാഹു മിനസ് സബാനിയത്തി 19 സബാനിയാക്കളായ മലക്കുകളിൽ നിന്ന് അള്ളാഹു ഒരാൾക്ക് പ്രൊട്ടക്ഷൻ നൽകണമെന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ 19 സബാനിയാക്കളായ മലക്കുകൾ ശിക്ഷ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളാണ്. തമാടികളായ ആളുകളിലേക്ക് നരകം വലിച്ചുകൊണ്ടുവരുന്ന മലക്കുകളാണ് 19 സബാനിയാക്കളായ മലക്കുകൾ. ആ മലക്കുകളിൽ നിന്ന് അള്ളാഹു ഒരാൾക്ക് പ്രൊട്ടക്ഷൻ നൽകണമെന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫൽയുക്സിർ, അവൻ വർദ്ധിപ്പിക്കട്ടെ, അൽ ബസ്മല, ബിസ്മി വർദ്ധിപ്പിക്കട്ടെ. ഏത് നല്ല കാര്യത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ ചൊല്ലണം. ഇനി ബിസ്മിയുടെ ഓരോ വാചകങ്ങളിലേക്കും നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ ഇസ്മ് എന്ന് പറയുന്ന വാചകം മഅഖൂദും മിനസ് സുമൂവി, സുമൂവ് എന്ന പദത്തിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്. സുമൂവ് എന്ന പദത്തിന്റെ അർത്ഥം അൽ ഉലു, മഹത്വം എന്നാണ്. ഒരാളുടെ പേര് അദ്ദേഹത്തിന്റെ മഹത്വത്തിന്റെ മേലിൽ അറിയിക്കുന്നതാണ്. അള്ളാഹുവിന്റെ പേരുകളെല്ലാം വലിയ മഹത്വമുള്ളതാണ്. അതുകൊണ്ടാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മഹത്തായ നാമമായി പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന്റെ പേരിനോട് ചേർത്തുകൊണ്ട് അബ്ദ് ചേർത്തുകൊണ്ടിടുന്ന പേരുകളാണ്. അബ്ദുർ റഹ്മാൻ, അബ്ദുള്ള എന്നിങ്ങനെയുള്ള നാമങ്ങളാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ മക്കൾ മഹത്വമുള്ളവരാകണം എന്ന് നമ്മൾ ചിന്തിക്കണം.
അതുകൊണ്ട് തന്നെ അവർക്ക് ഇടുന്ന പേരുകൾ മഹത്വമുള്ളതാകണം, എന്നെങ്കിൽ ആ മഹത്വം അവർക്ക് കിട്ടും. ഇതാണ് ഇസ്മു എന്നുള്ള പദം തന്നെ നമുക്ക് സൂചിപ്പിക്കും. ഇസ്മു എന്ന് പറഞ്ഞാൽ പേര്. അത് എന്തിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്? മിനസ്സുമുവി, സുമുവിൽ നിന്ന്. സുമുവിന്റെ അർത്ഥം എന്താണ്? മഹത്വം എന്നാണ്, ഉലൂവ് എന്നാണ്. അപ്പൊ നമ്മുടെ മക്കളുടെ പേരുകൾ അത് മഹത്വമുള്ളവരുടെ പേരാകണം. അങ്ങനെയാകുമ്പോൾ ആ മക്കൾക്ക് മഹത്വം ലഭിക്കും എന്ന് ഇസ്മു എന്ന പദം തന്നെ സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്. ഇന്ന് പല ആളുകളുടെയും ഹോബി അവരുടെ മക്കൾക്ക് ലോകത്ത് ആർക്കും ഇല്ലാത്ത പേര് വേണം, അല്ലെങ്കിൽ ആ നാട്ടിൽ ആർക്കും ഇല്ലാത്ത പേര് വേണം എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒക്കെ പേരുകൾ പടച്ചുണ്ടാക്കിയിട്ട് ഉസ്താദിനോട് വിളിച്ചു ചോദിക്കാണ്, ഉസ്താദെ ഈ വാക്കിന്റെ അർത്ഥം എന്താണ്? എന്റെ കുട്ടിക്ക് പേരിടാനാണ്. ഉസ്താദ് ഡിക്ഷണറി മുഴുവൻ തെരഞ്ഞാലും ആ പദത്തിന്റെ അർത്ഥം കിട്ടൂല. എത്രയോ നല്ല പേരുകളില്ലേ മഹാന്മാർക്ക്, ആ പേര് നമുക്ക് കിട്ടുകൂടെ? ആ മഹത്തുക്കളുടെ ഒരു ബഹുമാനം, അവരുടെ ഒരു മഹത്വം നമ്മുടെ മക്കൾക്ക് കിട്ടാൻ അത് കാരണമാകും എന്നല്ലേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാ എന്നുള്ള നാമം ഹുവൽ ഇസ്മുൽ ആലം, ഇസ്മുൽ ആലമാണ്. സാധാരണ നമ്മൾ കേട്ടിട്ടില്ലേ ഇസ്മുൽ ആലം എന്ന ആ ഇസ്മുൽ ആലം മുൻനിർത്തിയിട്ട് അള്ളാഹിനോട് എന്ത് ചോദിച്ചാലും ഉത്തരം ലഭിക്കുന്നതാണ്. ആ നാമം അള്ളാ എന്ന നാമമാണ് എന്നാണ് മഹാനായ ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ അടക്കമുള്ള ധാരാളം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അപ്പൊ പിന്നെ അവിടെ ഒരു ചോദ്യമുണ്ട്. അള്ളാന്ന് വിളിച്ചിട്ട് നമ്മൾ എത്രയോ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ പലതിനും. എന്താണ് അങ്ങനെ അതിന്റെ കാരണം? അതിന് പണ്ഡിതന്മാര് പറഞ്ഞു, ഫൽ ജവാബു, അതിനുള്ള മറുപടി, അന്നലി ദുആഇ ആദാബൻ വ ശുറൂതൻ, നിശ്ചയം പ്രാർത്ഥനയ്ക്ക് ധാരാളം മര്യാദകളും നിബന്ധനകളുമുണ്ട്. ലാ യുസ്തജാബു ദുആഉ ഇല്ലാ ബിഹാ, അതില്ലാതെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നതല്ല. അതിൽ ഒന്നാമത്തെ മര്യാദ എന്താണ്? ഫഅവ്വലുഹാ ഇസ്ലാഹുൽ ബാത്തിനി, അകം നന്നാവുക എന്നതാണ്. ബിൽ ലുഖ്മത്തിൽ ഹലാൽ, ഹലാലായ ഭക്ഷണം കൊണ്ട് അകം നന്നാകണം. നമ്മുടെ അകം മലിനമാണ്, പല നിലക്കും മലിനമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും അള്ളാ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ ചോദിച്ചാലും ഉത്തരം കിട്ടാത്തത്. അള്ളാഹു നമ്മുടെ അകവും പുറവും അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അർ-റഹ്മാനിർ റഹീം, അർ-റഹ്മാനിർ റഹീം എന്നത് അള്ളാഹുവിന്റെ നാമങ്ങളിലെ വളരെ പ്രധാനപ്പെട്ടതും വളരെ ഉന്നതവുമായിട്ടുള്ള രണ്ട് നാമങ്ങളാണ്. ഇതിലെ റഹ്മാൻ എന്നതാണ് അബ്ലഗു മിനർ റഹീം. അർത്ഥവ്യാപ്തിയുള്ളത് റഹ്മാനിലാണ്, റഹീമിനേക്കാൾ അർത്ഥവ്യാപ്തിയുള്ളത് റഹ്മാനിലാണ്. ലിഅന്ന സിയാദത്തൽ ബിനാഇ തദുല്ലു അലാ സിയാദത്തിൽ മാനാ, കാരണം അക്ഷരങ്ങളുടെ വ്യാപ്തി അത് അർത്ഥത്തിന്റെ വ്യാപ്തിയുടെ മേലിൽ അറിയിക്കുന്നു എന്നാണ്. റഹീം എന്നതിനേക്കാൾ അക്ഷരങ്ങൾ കൂടുതലുള്ളത് റഹ്മാൻ എന്നതിലാണ്. റഹീം എന്നതിൽ 4 അക്ഷരമേ ഉള്ളൂ. റഹ്മാൻ എന്നതിൽ മീമിനെ നീട്ടാനുള്ള അലിഫ് അടക്കം 5 അക്ഷരമുണ്ട്. അപ്പൊ അതിനനുസരിച്ച് റഹ്മാനിൽ അർത്ഥവ്യാപ്തി കൂടും. അതെങ്ങനെയാണ് അർത്ഥവ്യാപ്തി കൂടുന്നത്? റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നല്ലവർക്കും അല്ലാത്തവർക്കും ഗുണം ചെയ്യുന്നവൻ. റഹീം എന്ന് പറഞ്ഞാൽ പരലോകത്ത് നല്ലവർക്ക് മാത്രം ഗുണം ചെയ്യുന്നവൻ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം ഈ ലോകത്ത് കൂടുതൽ ആളുകൾക്കുണ്ട്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അതാണല്ലോ, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കാരുണ്യം ചെയ്യുന്നവൻ. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം കൂടുതൽ ആളുകൾക്ക് കിട്ടുന്നത് ഈ ലോകത്താണ്. എന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യം വണ്ണത്തിൽ കൂടുതൽ പരലോകത്താണെങ്കിലും അവിടെ എണ്ണത്തിൽ കുറവാണ്. ദുനിയാവിൽ ലഭിക്കുന്നത് നല്ലവർക്കും ചീത്ത ആളുകൾക്കും ലഭിക്കുന്നു, പരലോകത്ത് നല്ലവർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. അപ്പൊ എണ്ണത്തിൽ അവിടെ എന്താണ്? കുറവാണ്. വണ്ണത്തിൽ ഇവിടത്തെ ദുനിയാവിനേക്കാൾ കൂടുതലാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇന്ന ലില്ലാഹി മിഅത റഹ്മ, നിശ്ചയം അല്ലാഹുവിന് 100 കാരുണ്യമുണ്ട്.
അൻസല മിൻഹാ വാഹിദത്തൻ, അതിൽ നിന്ന് ഒരൊറ്റ കാരുണ്യം മാത്രമാണ് അല്ലാഹു തആല ദുനിയാവിലേക്ക് ഇറക്കിയിട്ടുള്ളൂ. ആ കാരുണ്യത്തിന്റെ കീഴിലാണ് ഇവിടെ ആരെല്ലാം എന്തെല്ലാം ആർക്കെല്ലാം എപ്പോഴെല്ലാം നൽകുന്നുണ്ടോ ആ കാരുണ്യം മുഴുവനും നടക്കുന്നത്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൃഗങ്ങൾ അവയുടെ കുട്ടികളോട് കാണിക്കുന്ന കാരുണ്യം കണ്ടില്ലേ? ഒരു മൃഗം പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ നക്കിത്തുടക്കുകയാണ്. എന്തുമാത്രം കാരുണ്യമാണ് മൃഗങ്ങൾ അവയുടെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോഴികൾ ആ കോഴിക്കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന കാരുണ്യം കണ്ടില്ലേ? ആ കോഴി പ്രൊട്ടക്ഷൻ നൽകുന്നു. എന്തുമാത്രം കാരുണ്യമാണ് നൽകുന്നത്. ഈ നിലക്കുള്ള കാരുണ്യങ്ങൾ ഏതുണ്ടോ ദുനിയാവിൽ, ആര് എപ്പോൾ എങ്ങനെ ആർക്ക് നൽകുന്ന കാരുണ്യമുണ്ടോ അത് മുഴുവനും ഈ ഒറ്റ കാരുണ്യത്തിന്റെ കീഴിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയുള്ള 99 കാരുണ്യമാണ് പരലോകത്ത് സത്യവിശ്വാസികൾക്കും നല്ലവരായ ആളുകൾക്കും വേണ്ടി അള്ളാഹു നീക്കിവച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് സൂചിപ്പിച്ചുകൊണ്ട് ആ പരലോകത്തുള്ള അള്ളാഹുവിന്റെ കാരുണ്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഞാൻ വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അബീ ദർ റളിയല്ലാഹു അൻഹു, അബൂ ദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, മഹാനവറുകൾ പറയുന്നു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, യുഅ്താ റജുലുൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഒരു മനുഷ്യനെ കൊണ്ടുവരപ്പെടും. ഫയുഖാലു, എന്നിട്ട് മലക്കുകളോട് അല്ലാഹു പറയും, യറിളു അലൈഹി സഗായിറ ദുനൂബിഹി, ആ മനുഷ്യന് നിങ്ങൾ അദ്ദേഹത്തിന്റെ ചെറുപാപങ്ങൾ കാണിച്ചു കൊടുക്കണം. ഫതുറദു അലൈഹി സഗായിറ ദുനൂബിഹി, മലക്കുകൾ ആ മനുഷ്യന് അദ്ദേഹത്തിന്റെ ചെറുപാപങ്ങൾ കാണിച്ചു കൊടുക്കും. എന്നിട്ട് അദ്ദേഹത്തോട് പറയപ്പെടും, അമിൽത കദാ വ കദാ ഫീ യൗമി കദാ വ കദാ, ഇന്നാലിന്ന ദിവസം ഇന്നാലിന്ന പാപങ്ങൾ നീ ചെയ്തില്ലേ എന്ന് പറയും. ഫയഖൂലു, അപ്പോൾ അദ്ദേഹം പറയും, നഅം യാ റബ്ബി, അല്ലാഹുവേ ഞാൻ ആ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. വഹുവ മുശ്ഫിഖുൻ അൻ കിബാരി ദുനൂബിഹി, വലിയ പാപങ്ങളിൽ നിന്ന് പേടിച്ചു വറച്ചുകൊണ്ടാണ് അവൻ അത് പറയുന്നത്. അൻതുറദ അലൈ, വലിയ പാപങ്ങൾ ഇതേപോലെ അവന് ഒഴിവാക്കപ്പെടുമോ എന്ന് പേടിച്ചു വറച്ചുകൊണ്ടാണ് അവൻ പറയുന്നത്. ഫയുഖാലു, അപ്പോൾ അവനോട് പറയപ്പെടും, ഫഇന്നലക മകാന സയ്യിഅത്തിൻ ഹസന, നിനക്ക് ഈ ചെറു പാപങ്ങൾ, ആ പാപങ്ങളുടെ സ്ഥാനത്ത് അല്ലാഹു തആല നന്മ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടും. ഫയതബസ്സമു, അപ്പൊ ആ മനുഷ്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയും, യാ റബ്ബി, എന്റെ രക്ഷിതാവേ, അമിൽതു അശിയാ അലാ അറാഹ ഹാഹുനാ, ഞാൻ വലിയ പാപങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട്, ഇവിടെ അതൊന്നും കാണുന്നില്ലല്ലോ. നേരത്തെ വലിയ പാപങ്ങൾ വെളിവാക്കപ്പെടുന്നത് പേടിച്ചു വറച്ചു നിൽക്കുന്ന ആ മനുഷ്യനെ ചെറിയ പാപങ്ങളുടെ സ്ഥാനത്ത് നന്മകൾ കാണുമ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, പടച്ചവനെ, ഞാൻ വലിയ പാപം ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആർത്തി നോക്കൂ നിങ്ങൾ, ആ വലിയ പാപത്തിന്റെ സ്ഥാനത്തും നന്മ കിട്ടും എന്ന നിലക്കാണ് അദ്ദേഹം അത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് ചിരിക്കുകയാണ്, അവിടുന്ന് പുഞ്ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മനുഷ്യൻ ആരാണ് എന്ന് മറ്റൊരു ഹദീസിൽ വിവരിച്ചിട്ടുണ്ട്. ധാരാളം തൗബ ചെയ്ത ആളാണ്. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം അത്രയും വിശാലമാണ് എന്നർത്ഥം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ബറക്കത്ത് ഉദ്ദേശിച്ചവനായി ഞാൻ ആരംഭിക്കുന്നു. അർ റഹ്മാൻ, ഈ ലോകത്ത് നല്ലവർക്കും ചീത്ത ആളുകൾക്കും ഗുണം ചെയ്യുന്നവൻ. അർ റഹീം, പരലോകത്ത് നല്ല ആളുകൾക്ക് മാത്രം ഗുണം ചെയ്യുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വചനത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരുമാറാവട്ടെ. നമുക്ക് ആ വചനത്തിന്റെ പുണ്യം അല്ലാഹു തആല എപ്പോഴും നൽകുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.